മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി വീട് വെച്ച് നൽകുമെന്ന യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം ഇപ്പോഴും പെരുവഴിയിൽ. പ്രഖ്യാപനം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും ഒരു വീടിന് പോലും തറക്കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല. വിവാദമാകുമ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് അടുത്ത മാസം തറക്കല്ലിടുമെന്ന് ആവർത്തിക്കുന്ന നേതൃത്വം പരിഹാസ്യരാവുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സമയബന്ധിതമായി 30 വീട് വെച്ച് നൽകുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രഖ്യാപനം. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. 1 വർഷം പിന്നിട്ടിട്ടും ഒരു വീട് പോലും നിർമ്മിച്ചു നൽകാനായില്ല. ഇതിന്റെ പേരിൽ നടന്ന വ്യാപക പിരിവിനെപ്പറ്റി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് നേതാവിന്റെ മറുപടി ഇങ്ങനെ: ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. 88,68,827 രൂപ. സ്ഥലം കിട്ടിയാൽ വീട് വെച്ചു നൽകുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലും തടിതപ്പി. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളും ഈ സ്ഥലം കണ്ടെത്തുന്ന മുറക്ക് ആ വീടുകളും തീർച്ചയായിട്ടും നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതിനകത്ത് സംശയമില്ല. പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ വന്നപ്പോൾ 6 മാസത്തിനുള്ളിൽ നിർമ്മിക്കുമെന്ന വീണ്ടും പൊള്ളവാദവുമായി രാഹുൽ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾക്ക് കൊടുക്കും. ബിരിയാണി ചലഞ്ചും പായസ ചലഞ്ചും നടത്തി സോഷ്യൽ മീഡിയയിൽ റീലിറക്കിയ യൂത്ത് കോൺഗ്രസിന് ഒരു വീടിനു പോലും തറക്കല്ലിടാൻ കഴിഞ്ഞില്ല. വീണ്ടും 1 മാസം കൂടി തുടങ്ങുമ്പോൾ വാഗ്ദാനം പെരുവഴിയിലാണ്. അതേസമയം ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് നിർമ്മാണത്തിനായി 20 കോടി രൂപയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.